എന്ന് പറയുന്ന ഒരു മാധ്യമത്തിന്റെ ഒരു ഭാഗ്യവും ഒരു ഭംഗിയും എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രവചനാതീതമായ ഒരു സർഗാത്മകത, ക്രിയേറ്റിവിറ്റിയും അതേപോലെ തന്നെയുള്ള അത്ഭുതകരമായിട്ടുള്ള പല കഥാസന്ദർഭങ്ങളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു അവസരവും ഇതൊക്കെ സിനിമ തരുന്ന ഭാഗ്യവും ഭംഗിയുമായിട്ട് ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ട ഡെന്നിസ് ജോസഫിന്റെ ഓർമ്മയോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവ് പുതിയ എഴുത്തുകാരെ സംഭാവന ചെയ്തുകൊണ്ടാണ് എന്ന് റൈറ്റേഴ്സ് യൂണിയൻ വിശ്വസിക്കുന്നു. ഓരോ കഥയും ഡിമാൻഡ് ചെയ്യുന്ന രീതികളുണ്ട് തിരക്കഥയിൽ. അത് എവിടെ നിന്ന് തുടങ്ങണം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് പ്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ വ്യത്യാസമായിരിക്കാം, ഡയറക്ഷനിലേക്ക് വരുമ്പോൾ വ്യത്യാസമായിരിക്കാം. പേപ്പറിൽ വായിച്ച ഇൻഫർമേഷൻസ് കൂടാതെ നമ്മൾ കണ്ട സിനിമകൾ ഇതെല്ലാം കൂട്ടിച്ചേർത്താൽ ഉണ്ടാവുന്ന വേറൊരു ഇമാജിനറി ലൈനെയാണ് വാല്യുവേഷൻ. എനിക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സിനിമയും ഒരു ഷോർട്ട് ഡിവിഷൻ എനിക്ക് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, മാർക്ക് ചെയ്ത് എനിക്ക് ഈ ഷോർട്ടാണ് ഞാൻ ചെയ്തില്ല. എന്റെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് അസോസിയേറ്റ്സും നമ്പർ കൊടുക്കാനായിട്ട്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ബേസിക്കലി നമ്മുടെ ഇമാജിനേഷൻ്റെ ഒരു ഭാഗമാണ്. ഒരു സെൻട്രൽ ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എംഫസൈസ് ചെയ്ത് Don't ever bore your reader. Don't ever make your viewers bored. അവര് bored ആയി കഴിഞ്ഞാല് it won't hate what you have written. They'll be indifferent about it. That's the problem. ബുക്കിനെ നമ്മൾ സ്ക്രീൻ പ്ലേ ആക്കുമ്പോൾ എന്തായിരിക്കും നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? എങ്ങനെയാണ് മൾട്ടി ലാംഗ്വേജ് ഇവിടെ ഈ നമ്മൾ ഒരു കുറ്റാന്വേഷണ കഥയിൽ പറയാവുന്ന എല്ലാ ക്ലീശയും മുൻമാതൃകളോട് ഒരു സ്ക്രിപ്റ്റാണത്. അന്വേഷണ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ഡയറി കണ്ടെത്തുക, അതിനകത്ത് കൃത്യമായ തെളിവുണ്ടായിരിക്കുക, ഇങ്ങനെയുള്ള ഒരു കാര്യം. അപ്പൊ ഡെന്നിസിനെ ഒട്ടും പരിഹസിക്കാതെ അത് ഫുൾ കേട്ടിട്ടുണ്ട്. എടാ ഇത് നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. ഇതൊന്നും വെച്ചല്ല ഞാൻ സിനിമ എഴുതിയത്. ഞാൻ ഇത് സിനിമ മഹത്തരമാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. വെറും കച്ചവട സിനിമകളാണ് ഞാൻ എഴുതിയത്. എങ്ങനെയാണ് എസ്തെറ്റിക്കൽ ചേഞ്ചസ് ഇപ്പോഴത്തെ സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നതെന്ന് ഒന്ന് പറയുമോ? ഏത് സിനിമ എടുത്ത് നോക്കിക്കോളൂ, സിനിമ ആരംഭിക്കുന്നത് എന്നുവെച്ചാൽ സിനിമയിലെ വിഷ്വൽ ആരംഭിക്കുന്നതല്ല, കഥ ആരംഭിക്കുന്നത് ഒരു ലാക്കിംഗ് ആയിരിക്കും, ഒരു നഷ്ടമുണ്ടാകും. നഷ്ടം മീൻസ് ഇത് വിവേകിക്കുന്നുണ്ട്, ഉള്ളത് നഷ്ടപ്പെട്ടതാവാം, ഇതിനോടെങ്കിലുള്ള തീവ്രമായ അഭിവാഞ്ചയാകാം, പെണ്ണിനെ കെട്ടുക എന്നുള്ളതാവാം, വില്ലനെ കൊല്ലുക എന്നുള്ളതാവാം, ഒരിടത്തേക്ക് എത്തിച്ചേരുക എന്നുള്ളതാവാം. ഇതെല്ലാം ലാക്കാണ്, ഒരു മോഹം, അല്ലെങ്കിൽ ഉള്ളത് പോയ പ്രശ്നം, നേടുക എന്നുള്ള ഇഷ്യൂ, ഇതെല്ലാം ലാക്കാണ്. ഈ ലാക്കിൽ നിന്ന് ഗെയിനിലേക്കുള്ള, അത് പരിഹരിക്കുന്നതിലേക്കുള്ള, ന്യൂനത്തിൽ നിന്ന് അധികത്തിലേക്കുള്ള ഒരു യാത്രയാണ് കഥ. Where do you try to find that balance between content and sellability? സൂട്ട്കേസോ ബാഗോ ഒന്നും ഉണ്ടോ? അവർ ചെറിയ ഹാൻഡ് ബാഗ് ബാഗുണ്ട്. അപ്പൊ എറണാകുളത്ത് വന്ന് ഒരു ഇറങ്ങി ഇറങ്ങിയിട്ട് അവർ പുറത്തിറങ്ങിയിട്ട് എങ്ങനെയാണ് അവിടുന്ന് പിന്നെ യാത്ര ചെയ്യുന്നത്? എങ്ങോട്ടാണ് അവർ പോകുന്നത് അറിയില്ല. മേ ബി ഷീ കേം ഫോർ സം ഇന്റർവ്യൂ. അപ്പൊ മെട്രോ എടുക്കാം. ഓക്കെ. ഇപ്പൊ പറയുന്ന വിഷ്വൽസ് ഇല്ലേ, ആ വിഷ്വൽസ് ആണ് നിങ്ങളുടെ ഷോർട്ട് വിഷൻ. ആരെടുത്ത് ചോദിച്ചാൽ എല്ലാവർക്കും വെവ്വേറെ ദേവിക്കായിരിക്കും. ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ എന്താണോ നമുക്ക് മനസ്സിൽ വരുന്നത് അത് നമ്മുടെ ഷോർട്ട് ഡിവിഷനാണ്. അകലെ നിന്നാണോ കണ്ടത്, അടുത്തുനിന്നാണോ കണ്ടത്, മുകളിൽ നിന്നാണോ കണ്ടത്, ഇതൊക്കെ അതിനനുസരിച്ച് ആ സീനിനെ ഡിവൈഡ് ചെയ്യാന്നുള്ളതാണ്. അതിൽ നിന്ന് നമ്മൾ മാറാതിരിക്കാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഷോർട്ട് ഡിവിഷൻ അല്ലാതെയാവും. ഇപ്പോ പെട്ടെന്ന് പറയാ, മറ്റൊരു ടെക്നീഷ്യൻ പറയാണ്, ഓക്കെ അന്ന് നമുക്ക് ചുരിദാർ വേണ്ട, സാരി ആക്കിയല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് ചുരിദാർ മതി എന്ന് പറയേണ്ടി വരും. അപ്പൊ അത്തരത്തിലുള്ള പിടിവാദങ്ങൾ ചില സമയത്ത് പിടിക്കേണ്ടി വരും ക്രിയേറ്റർ. ഞാനും ആദ്യം എഴുതുമ്പോൾ ചുമ്മാ കാടടച്ച് എഴുത്തെഴുതും,
അത് ചിലപ്പോൾ മോശമായിരിക്കും, സംശയമൊന്നുമില്ല. ആ റിജക്ഷനും ആ പെയിനും ഒക്കെ താങ്ങാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ സിനിമയിൽ നിന്നാൽ മതി. ഞാൻ തന്നെയാണ് കാസ്റ്റ് ചെയ്യാറുള്ളത്. തീർച്ചയായും വർക്ക്ഷോപ്പ് നടത്തും. കാരണം നമുക്ക് പ്രീ പ്രൊഡക്ഷൻ തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരുക്കം ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും ഒരുങ്ങേണ്ടതാണ്. അപ്പോൾ പ്രീ പ്രൊഡക്ഷൻ തീർച്ചയായിട്ടും ആക്ടേഴ്സിനും മറ്റുള്ളവർക്കും വേണ്ടിയിട്ട് നമ്മളത് വളരെ സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. എങ്ങനെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ. ഞാൻ ചെയ്തൊരു സിനിമയിൽ 3 മാസത്തോളം ഞങ്ങൾ തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് 60ഓളം പേരെ ട്രെയിൻ ചെയ്തിട്ടൊക്കെയാണ് പല രീതിയിൽ നേരിട്ടും അല്ലാണ്ടും ഒക്കെ ചെയ്തിട്ടാണ് പണി സിനിമയിൽ. ആരെങ്കിലൊക്കെ നന്നായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒന്നുമല്ല. സർവമാന മനുഷ്യരും കഥ പറഞ്ഞ് മാത്രമാണ് ജീവിക്കുന്നത്. നിങ്ങളുടെ പാർട്ട്ണറോട് എല്ലാ ദിവസവും കഥയാണ് പറയുന്നത്. നിങ്ങളുടെ അച്ഛനോട് എല്ലാ ദിവസവും കഥയാണ് പറയുന്നത്. അമ്മയോട് കഥയാണ് പറയുന്നത്. സുഹൃത്തിനോട് കഥയാണ് പറയുന്നത്. അവർ തിരിച്ചു നിങ്ങളോട് കഥകളാണ് പറയുന്നത്. എനിക്ക് നിങ്ങളോട് എത്രത്തോളം ഇഷ്ടമുണ്ടെന്ന് അറിയാമോ എന്ന് ഒരാൾ ചോദിച്ചിട്ട് അയാൾ അതിനെ വിശദീകരിക്കുമ്പോൾ ഒരു കഥയാണ് ജനിക്കുന്നത്. കാരണം 100% യാഥാർത്ഥ്യം എന്ന് പറയുന്ന ഒരു സംഗതിയില്ല. വരുംകാല തിരക്കഥാകൃത്തുകളെ നിങ്ങൾക്ക് ചോദ്യങ്ങളില്ലേ? നമ്മുടെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ നമുക്ക് കുറച്ചധികം സമയം പ്രീ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ADs ടീംസ് ഒക്കെ കുറച്ചധികം കാലം 3-4 മാസത്തോളം ഈ സിനിമയിൽ പ്രീ പ്രൊഡക്ഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഒരു എന്താ പറയാ സമാനതയില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു ലോകത്തെ. പക്ഷെ ഇന്നലെ ഇമാജിൻ ചെയ്തിട്ടുള്ളതിൽ വെച്ചിട്ട് അൺഇമാജിനബിൾ സാഹചര്യമായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ അപ്പം ആ സ്ക്രിപ്റ്റ് പൂർത്തീകരിക്കാനുള്ള നിങ്ങളുടെ സംവിധാനങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ എങ്ങനെയാണ് അത് പല സ്ഥലത്തിരുന്നാണോ, ഒരുമിച്ച് ഓർഡർ ചെയ്തതാണോ, അപ്പൊ നിങ്ങൾക്ക് വേറെ നമുക്ക് നല്ലൊരു പ്രോത്സാഹനം ഉണ്ടല്ലോ. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ പോകുന്ന വരെ ഈ ആൾക്കാരുടെ ബിഹാഫിൽ ഞാൻ പറയാണ്, അതിനാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ്. എന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ലേണിംഗ് എന്ന് പറയുന്നത് സ്ക്രീൻ റൈറ്റിംഗിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതാണ് എന്റെ ജീവിതത്തിൽ, ഒരു സിനിമാ ജീവിതത്തിൽ ഡയറക്ടർ എന്നുള്ള രീതിയിലും ആക്ടർ എന്നുള്ള രീതിയിലും ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് സ്ക്രീൻ റൈറ്റിംഗ് പഠിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്.